സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് പെന്തിക്കോസ്ത് നാൾ എന്നതിനടിസ്ഥാനമാക്കി അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. 12 പേരുള്ള ശിഷ്യന്മാർ 120 പേരായി. പെന്തിക്കോസ്ത് നാൾ അഭിഷേകം പ്രാപിച്ചു. 120 പേർ പ്രാർത്ഥിച്ചു. മർക്കോസിൻ്റെ മാളിക മുറിയിലിരുന്ന് വചനം തുറന്നു കിട്ടി. കൂട്ടായ്മ 12 പേരിരുന്ന് 120 പേർക്കായി. സങ്കീർത്തനത്തിൽ പ്രവാചകന്മാരിലും സങ്കീർത്തനത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വചനം തുറന്നു വായിക്കുവാൻ തുടങ്ങി. യെശയ്യാവിലെ യിരെമ്യാവിലെ സങ്കീർത്തനത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയം തുറന്നു. യേശു പറഞ്ഞു, ഭൂലോകത്തൊക്കെയും പോയി സുവിശേഷം അറിയിപ്പിൻ. എന്താണ് സുവിശേഷം? യേശു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സ്തോത്രം, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്നു നമുക്ക് ദൈവശക്തിയുമാകുന്നു. സ്തോത്രം. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളോട് സുവിശേഷം അറിയിച്ചു. നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ ദൈവം 3-ാം നാൾ ഉയർപ്പിച്ചു, ഇന്നും ജീവിക്കുന്നു. പ്രശ്നം യേശുവിനോട് പറയുക, അവൻ തൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ട് കർത്താവിൽ തീർത്തു തരും. സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഏത് പ്രശ്നത്തിനും, ഏത് പ്രയാസത്തിനും, ഏത് ബുദ്ധിമുട്ടിനും, ഏത് പ്രതികൂലത്തിനും, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശങ്കീയ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിനോട് എൻ്റെ ഉഷാറിയിക്കുന്നെങ്കിൽ ക്രിസ്തു പരിഹരിക്കാൻ ശക്തനാണ്. ക്രിസ്തുവിന് കഴിയാത്തൊരു വിഷയവുമില്ല. യേശു ക്രിസ്തുവിന് മുമ്പിൽ സകല മുറ്റും മടങ്ങുന്നൊരു ദിവസമുണ്ട്. യേശു ക്രിസ്തുവിന് ഇപ്പോൾ സമർപ്പിച്ച, യേശുവിന് പൈതലായി ജീവിച്ച കോടാനുകോടി വർഷം യേശുവിനോടൊത്ത് ജീവിക്കാൻ, ഇല്ലെങ്കിൽ കോടാനുകോടി വർഷം നരകത്തിൽ പിശാചിനോടൊത്ത് തീയും ഗന്ധകവുമുള്ള പുഴുക്കളുമുള്ള നരകത്ത് ജീവിക്കാൻ, കോടാനുകോടി വർഷം യേശുവിനോടൊത്ത് സ്വർഗത്തിൽ വിശുദ്ധരോടൊത്ത് ദൂതന്മാരോടൊത്ത് ദൈവത്തോടൊത്ത് ജീവിക്കാൻ ഏകമാറ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.